ഹലോ, എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? കാരണം ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാതെ തന്നെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്രയും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇതുവരെ നിലവിലുള്ള വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ സാധാരണ ഫോണിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ കിട്ടും. അതിന് വിചാരിച്ച പോലുള്ള ക്ലിയറോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പൂതിയുണ്ട്. ഞാൻ അതിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആണല്ലോ പറയുന്നത്. അങ്ങനെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. പക്ഷേങ്കിൽ ലേശം ക്ലിയർ ഒക്കെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 3-4 ആഴ്ച പണിക്ക് പോയി. എൻ്റെ പണി എന്തെന്നാന്ന് എല്ലാവർക്കും അറിയാലോ. 2-3 ആഴ്ച പണിക്ക് പോയി. മുറ്റത്ത് വിരിക്കുന്ന കല്ലിൻ്റെ പണി കേട്ടോ. അയ്യേ പണിക്ക് പോയിട്ട് 3-4 ആഴ്ച പണിക്ക് പോയി. ആ പൈസ കൊണ്ടുവച്ച് ഒരു ചിലവും വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി ഒരു 8-9 റുപ്യ ഞാൻ കൊണ്ടുവച്ചിരുന്നു. ഈ 8-9 റുപ്യ കൊടുത്തിട്ട് ഞാൻ എന്താക്കി, കണ്ടില്ലേ, ഒരു മൈക്ക്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കേട്ടോ. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും നോർമലായിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വ്ളോഗൊക്കെ എടുക്കാം. പിന്നെ ഒരു ഐഫോൺ എക്സസും വാങ്ങി. അത് EMI ഇട്ട് വാങ്ങിയ കേട്ടോ. റെഡി ക്യാഷ് ഒന്നും കൊടുത്തെടുക്കാറില്ല. ഞാൻ പണിക്ക് പോയിട്ട് വീട്ടിലെ ചിലവൊക്കെ കഴിച്ചിട്ടുള്ള പൈസ ബാക്കി വെച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഐഫോൺ എക്സസ് എടുത്തിട്ടുള്ളത്. ഇപ്പം അതിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല വെയിലാട്ടോ, കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ വണ്ടി ഇത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല വെയിലായതിനെ കൊണ്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ആ പൈസയൊക്കെ കൊണ്ടുവച്ച് ഞാനത് തൽക്കാലം ഒരു EMI ഇട്ട് ഞാൻ ഐഫോൺ എക്സസ് വാങ്ങി. ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ക്ലിയറിലൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ വണ്ടി ഇത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഫോണൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഈ കണ്ണാടി കൂടെ തന്നെ ഒന്ന് കാണിച്ചു കേട്ടോ. കണ്ടോ, ഫോൺ കണ്ടില്ലേ? തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസയൊക്കെ കൊണ്ടുവച്ച് ഫസ്റ്റ് EMI എടുത്താണെങ്കിലും ഫസ്റ്റ് ഒരു 8 റുപ്യ അടച്ചിട്ടുണ്ട് കേട്ടോ. EMI ആണെങ്കിലും ഫോൺ 8 റുപ്യ അടച്ചിട്ടുണ്ട്. പിന്നെ മന്ത്ലി അടവാണ് ഇതിന് വരുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മളൊന്നും ഇല്ലായ്മയെന്നാണ് ഇപ്പൊ തുടങ്ങി വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ദാരിദ്ര്യത്തിൽ തന്നെ തുടങ്ങിയെന്ന് തന്നെ പറയാം. ഒന്നുമില്ല, സാധാരണ പണി, വീട്ടിലത്തെ ചിലവ് അന്നേരം പോകുന്ന അങ്ങനെ. പക്ഷെ ഇതൊക്കെ എൻ്റെ ഒരു പൂതി കൊണ്ട് എടുക്കുക കേട്ടോ. നമുക്ക് ഓരോരുത്തർ ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് സംസാരിക്കാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു പൂതി കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പൈസ കൊണ്ട് ചെയ്തൊരു ഐഫോൺ ഒരു EMI ഇട്ട് വാങ്ങി. ഐഫോണിനൊക്കെ മറ്റേ വലിയ മുന്തിയ സാധനമാണെന്ന് വിചാരിക്കേണ്ട, എക്സസ് ആട്ടോ. നമ്മൾ ആഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ആഗ്രഹം ഒരു കാര്യം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് എന്തെങ്കിലും ഒരു വഴിക്ക് നടക്കുന്നുണ്ടല്ലോ, അതന്നെ ഭയങ്കര ഭാഗ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മളത്രയും ലോ ലെവലിലാണ് നമ്മൾ തുടങ്ങി കൊണ്ടുവരുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. ഞാനാകെ +2 വരെയൊക്കെ പോയിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പഠിക്കാനോ അങ്ങനത്തെ കാര്യത്തിനൊന്നും പോയില്ല. അപ്പോൾ എൻ്റെ വീഡിയോന് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരും. എന്തായാലും തുടക്കമാണല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ ദാരിദ്ര്യത്തിൽ അങ്ങനെ തന്നെ പറയാം. കണ്ടില്ല, EMI കേട്ട് ഫോണും വാങ്ങി ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഭ്രാന്ത്. പക്ഷെ ഭ്രാന്തല്ല കേട്ടോ, ഇതൊക്കെ ഓരോരുത്തർ ആഗ്രഹമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരും. ഇതിന് സൂപ്പറായിട്ടുള്ള വീഡിയോയിൽ വരുന്നത്. അത്യാവശ്യം ഒരു ബ്ലോഗ് ചെയ്യാനൊക്കെ ഉള്ളൊരു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ എടുത്തിട്ടുള്ളത്. ഇനി കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ ഈ റൈഡിങ്ങിന്റെ വീഡിയോ ഒന്നും എടുക്കാത്തതെന്നൊക്കെ. റൈഡിങ്ങിന്റെ വീഡിയോ എന്തിട്ട് എടുക്കാനാ? ഹെൽമെറ്റിന്റെ മുകളിൽ പിന്നെ നമ്മളെ ഗോപ്രോ ഉണ്ടല്ലോ, ആ ഗോപ്രോ വാങ്ങാനുള്ള പൈസ സെറ്റായില്ല. അതുണ്ടെങ്കിലല്ലേ നമുക്ക് ട്രാവലിംഗ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അടുത്തുള്ള ഹെൽമെറ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഹെൽമെറ്റ്. ഞാൻ വണ്ടീൻ്റെ മുകളിൽ വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഹെൽമെറ്റ്. ഗോപ്രോ വാങ്ങിയാൽ ഇതിൻ്റെ മുകളിൽ കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മുന്നിൽ ഗ്ലാസ് ഒന്നുമില്ല. ഇതൊക്കെ കുറേ മുന്നേ എടുത്തുള്ള ഹെൽമെറ്റാ. എനിക്ക് തോന്നുന്നു 3-4-5 ഏകദേശം 4 കൊല്ലത്തിനൊക്കെ എടുത്തായിട്ടുണ്ടാവും ഞാൻ ഈ ഹെൽമെറ്റ് എടുത്തിട്ട്. അത് അന്നൊരു പ്രാന്തിന് എടുത്തതാ. അപ്പൊ ഇതിന്റെ മുകളിൽ ഗോപ്രോ ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ എന്താ, ഗോപ്രോ വാങ്ങാനുള്ള പൈസ വേണ്ടേ? ഇനി പൈസ പക്ഷെ ഞാൻ വാങ്ങും കേട്ടോ. ഒരു ദിവസം ഞാൻ ഈ ഗോപ്രോ ഞാൻ വാങ്ങും. എങ്ങനെയെങ്കിലും വേണ്ടില്ല, പണിയെടുത്ത് പൈസ കൊണ്ട് എന്തായാലും വേണ്ടില്ല ഗോപ്രോ വാങ്ങും. നമ്മൾ ട്രാവലിംഗ് വീഡിയോസ് ഇറക്കിയിരിക്കും. നമ്മളെ കാർത്തിക് സൂര്യൊക്കെ പറയുന്ന മാതിരി ഡെയർ ടു ഡ്രീം ആണല്ലോ. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എത്തുന്നവരെ ശ്രമിക്കുക. ഞാൻ അടുത്തത് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്താ വെച്ചാൽ ഈ ഹെൽമെറ്റ് മാറ്റണം. അതായത് ഫുള്ള് ഇളകി, ഗ്ലാസ് ഇല്ല, ഫുള്ള് ഇതായി.
ഹെൽമെറ്റിന്റെ കഥ കഴിയാനായി, ആയുസ് തീർന്നിക്കുക ഏതാണ്ട്. ഇപ്പൊ ഒരു പുതിയൊരു ഹെൽമെറ്റ് എന്തായാലും വാങ്ങണം. പിന്നെ ഒരു ഗോപ്രോ വാങ്ങണം, എന്നാലും എനിക്ക് റൈഡിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഇറക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ആരും സപ്പോർട്ടൊന്നുമില്ല. ഒരാളിപ്പം ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാനും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ കാര്യത്തിനൊന്നും ഞാൻ പോവല്ല. അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ തന്നെ, എൻ്റെ ഭ്രാന്ത് ഞാൻ തന്നെ സഹിച്ചാൽ മതിയല്ലോ. അപ്പോൾ വീഡിയോ എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക്, അതുപോലെ ഒന്നും ഇപ്പോൾ റൈഡിങ്ങിനൊന്നും പോകുന്ന വീഡിയോസ് ഒന്നും എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും എടുക്കാനാവില്ല. അപ്പോൾ എനിക്ക് എന്താ ഒരു ഗോപ്രോ എന്തായാലും എടുക്കണം. ഗോപ്രോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തെണ്ടീൻ്റെ സഹായം നമുക്ക് ആവശ്യം എന്തായാലും ഞാൻ എടുക്കും. വൺ ഡേ ഞാൻ എടുത്തിരിക്കും. പിന്നെന്തായാലും ഞാൻ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തുടക്കം ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.